RC ബുക്കുകൾ ഔദാര്യമല്ല, ഉടമയുടെ അവകാശമാണ്. പ്രതിഷേധ പ്രകടനവും ധർണയും നടന്നു. പ്രതിഷേധത്തിൽ ജ്വാല തീർക്കാൻ RC ബുക്ക് പ്രിന്റിംഗ് നിലച്ചതിനെ തുടർന്ന് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണി വൻ തകർച്ച നേരിടുകയാണ്. എത്രയും വേഗം RC ബുക്ക് പ്രിന്റിംഗ് ആരംഭിക്കണമെന്നും RC ബുക്കുകൾ ഔദാര്യമല്ലെന്നും ഉടമയുടെ അവകാശമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിലെയും RT ഓഫീസുകളിലേക്ക് ഒരേ സമയം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രതിഷേധ റാലിയും ധർണയും നടന്നു. കാക്കനാട് RT ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. ബിസിനസ് രംഗത്ത് സൃഷ്ടിച്ചിരിക്കുക, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സർക്കാർ തൊഴിലിനെ ആശ്രയിക്കാതെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഇടനിലക്കാർക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മേഖല, ആ മേഖല പരിപൂർണമായി തകർക്കുന്ന കേരളത്തിലെ മറ്റ് ശാസ്ത്രീയമായ ഇന്ന് നടക്കുന്ന പരിഷ്കാരങ്ങളെ കുറിച്ചൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ ജനരോക്ഷം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് RC ബുക്ക് സർക്കാർ പ്രിന്റ് ചെയ്യുന്നത് സ്വകാര്യ മേഖലയിലേക്ക് കൈമാറിയത് കൊണ്ട് തന്നെ, ആ സ്വകാര്യ മേഖലയ്ക്ക് പണം നൽകാത്തത് കൊണ്ട് തന്നെ ഇന്ന് RC ബുക്കുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാത്ത ഒരു വലിയ ഗുരുതരമായ പ്രതിസന്ധി ഈ മേഖലയിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ യൂസ്ഡ് വെഹിക്കിൾ ഓണേഴ്സിന്റെയും ഡീലേഴ്സിന്റെയും ഈ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നീതീകരിക്കാൻ കഴിയുന്ന, ഏറ്റവും ന്യായമായ ഈ പ്രശ്നത്തിന് സർക്കാർ അടിയന്തരമായി പരിഹാരം കാണണം. ഇല്ലെങ്കിൽ സമരം അതിന്റെ ഏറ്റവും തീക്ഷ്ണമായ രൂപത്തിൽ ഇനിയും തുടരുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. RC ബുക്കുകൾ എത്രയും വേഗം പ്രിന്റ് ചെയ്ത് ഉടമകൾക്ക് നൽകിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദ് പറഞ്ഞു. സെക്രട്ടറി ഉമ്മർ വടക്കൻ, ട്രഷറർ ഷമീം, കണയന്നൂർ താലൂക്ക് പ്രസിഡന്റ് സക്കീർ കടവിൽ, എറണാകുളം ജില്ലയിലെ മറ്റ് താലൂക്കുകളിലെ പ്രസിഡന്റുമാർ, ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കാക്കനാട്.